الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الله أكبر الله أكبر الله أكبر. لا إله إلا الله الله أكبر الله أكبر ولله الحمد. അത്യുന്നതമായ തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല എന്നല്ലാഹു വിശേഷിപ്പിച്ച അല്ലാഹു കൂട്ടുകാരനായി തിരഞ്ഞെടുത്തിട്ടുള്ള ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ത്യാഗോജ്വലമായ ജീവിതത്തിന്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ഈ ബലിപെരുന്നാൾ സുദിനത്തിൽ നാം കുടുംബസമേതം ഒത്തുചേർന്നിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും നമ്മുടെ കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ കൽപ്പനകളെ സൂക്ഷിച്ചു പാലിക്കണമേ എന്ന് ആദ്യമായി സ്വന്തത്തോടെ പോലെ നിങ്ങൾ ഓരോരുത്തരോടുമായി നടത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ പടച്ചുറപ്പ് വിശേഷിപ്പിച്ചത് തന്റെ കടമകൾ നിർവഹിച്ചവനായ ഇബ്രാഹിം എന്നതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ ഓർത്തുകൊണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിനെ പിന്തുടർന്നുകൊണ്ട് നാം ഈ ഈദ് സുദിനത്തിൽ ഒരുമിച്ച് ചേരുമ്പോ തന്റെ സ്വന്തത്തെ മൗഢമാക്കിയ ആളുകൾക്കല്ലാതെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിൽ നിന്ന് പിന്മാറി നിൽക്കാൻ കഴിയുകയില്ല എന്ന റബ്ബിന്റെ ഓർമ്മപ്പെടുത്തൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിലാകണം നമ്മൾ, ആ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മാർഗത്തിലാകണം നമ്മൾ എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പടച്ചുറപ്പ് പരിചയപ്പെടുത്തിയ ഒരു ഗുണം ഇബ്രാഹിം അലൈഹി ഇസ്ലാം കടമകൾ നിറവേറ്റിയവനായിരുന്നു എന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ കടമകളെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾക്ക് കടമകളുണ്ട്, ഉത്തരവാദിത്തങ്ങൾ ഉള്ളവരാണ്. ലോകത്ത് ജനിച്ചു വീട്ടിലുള്ള മുഴുവൻ മനുഷ്യന്മാരും, മുഴുവൻ ബുദ്ധിയുള്ള മനുഷ്യർക്കും അല്ലാഹു കൃത്യമായ ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മെ സൃഷ്ടിച്ച പടച്ചവനോട്, പടത്തുറപ്പിനോട് നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, കടമകളുണ്ട്. നമ്മുടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് കടമകളുണ്ട്. നമുക്ക് നമ്മുടെ സ്വന്തത്തോട് തന്നെയും കടമകളുള്ളവരാണ് നമ്മളെല്ലാം. നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് കടമകളുണ്ട്, ഇണയോട് കടമകളുണ്ട്, മക്കളോട് കടമകളുണ്ട്, സഹോദരങ്ങളോട് കടമകളുണ്ട്, മുഴുവൻ കുടുംബക്കാരോട് നമുക്ക് കടമകളുണ്ട്, മുസ്ലിം ഉമ്മത്തിനോട് നമുക്ക് കടമകളുണ്ട്, നമ്മുടെ സമൂഹത്തോട് നമുക്ക് കടമകളുണ്ട്, നാടിനോടും നാട്ടുകാരോടും രാഷ്ട്രത്തോടും, എന്തിനേറെ നമ്മുടെ മുഴുവൻ സഹജീവികളോടും പോലും കൃത്യമായ ഉത്തരവാദിത്തങ്ങളുള്ള കടമകളുള്ളവരാണ് നമ്മൾ. പ്രിയമുള്ളവരെ, ഇബ്രാഹിമി സ്മരണയ്ക്ക് മുന്നിൽ നാം ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കടമകളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ആ കടമകൾ നമ്മൾ നിർവഹിച്ചോ എന്ന ആലോചനയാകട്ടെ ഈ പെരുന്നാളിന്റെ സന്ദേശം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഉന്നതമായ പ്രഖ്യാപനമാണ് ഈ തക്ബീർ ധ്വനികൾ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അല്ലാഹുവേ, നീയാണ് വലിയവൻ, നീയാണ് വലിയവൻ, റബ്ബേ നീയാണ് ഏറ്റവും വലുത് എന്ന പ്രഖ്യാപനം. ലാ ഇലാഹ ഇല്ലല്ലാഹ്,
അല്ലാഹുവേ നീയല്ലാതെ ആരാധനക്കർഹനായി ആരാധനയുടെ ഒരു വശത്ത് അറിയിക്കുന്നവനായി മറ്റാരുമില്ല റബ്ബേ. അല്ലാഹു അക്ബർ. അല്ലാഹുവേ നീയാണ് എനിക്ക് ഏറ്റവും വലുത്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവേ നീയാണ് എനിക്ക് ഏറ്റവും വലുത്, നിനക്കാണ് സർവ്വസ്തുതിയുമെന്ന സുന്ദരമായ പ്രഖ്യാപനം. പ്രിയമുള്ളവരെ, നമ്മുടെ നാവുകളിലൂടെ ആ മുതലക്കായി ഈദുൽ ഹിജ്ജ മാസം പിറന്നത് മുതലും പ്രത്യേകമായി ഇതാ അറഫ ദിവസത്തിന്റെ പ്രഭാതം മുതലും ഇനി അയ്യാമുൽ ശരീക്കിന്റെ അസ്ർ വരെയും അല്ലെങ്കിൽ സ്വതന്ത്രമായി ചിലപ്പോൾ മഗ്രിബ് വരെയും നമ്മൾ ഈ തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ടേയിരിക്കുന്നവരാണ്. പ്രിയമുള്ളവരെ, നാവുകൾ കൊണ്ട് മാത്രം തക്ബീർ മുഴക്കുന്നതിനപ്പുറം നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ഈ തക്ബീർ ധ്വനികൾ മുഴങ്ങേണ്ടതുണ്ട്. ഹൃദയത്തിനകത്ത് ഈ തക്ബീർ ധ്വനികൾ മുഴങ്ങേണ്ടതുണ്ട്. തക്ബീർ ധ്വനികൾ ഹൃദയത്തിനകത്ത് ചഞ്ചലം ഉണ്ടാക്കേണ്ടതുണ്ട്, ചാഞ്ചല്യം ഉണ്ടാക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അല്ലാഹു കൂട്ടുകാരനായി തിരഞ്ഞെടുത്തത് മറ്റൊന്നുമായിരുന്നില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ തക്ബീർ ധ്വനികളെ ഏറ്റവും ഉന്നതമായ രൂപത്തിൽ തന്റെ ഹൃദയത്തിൽ നിന്നേക്ക് തന്റെ ജീവിതത്തിൽ അത് പകർത്തി കാണിച്ചിരുന്നു. എന്നതുകൊണ്ട് തന്നെയാണല്ലോ ഇബ്രാഹിം മില്ലത്തിനെ കുറിച്ച് നമ്മുടെ ആദർശത്തിലായി നാം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ തൗഹീദിന്റെ ഉന്നതമായ പ്രഖ്യാപനത്തിൽ ഈ തക്ബീർ ധ്വനികളിൽ നമ്മൾ പ്രഖ്യാപിക്കുന്ന ഉന്നതമായ വാചകം അത് തൗഹീദിന്റെതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനമാണ്. അല്ലാഹുവേ നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന പ്രഖ്യാപനമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഈ പ്രഖ്യാപനമാണ് ഏറ്റവും ഉന്നതമായി ഉയർത്തിപ്പിടിച്ചത്. അതിന്റെ പേരിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വീട്ടിൽ നിന്ന് നാട്ടിയോടിക്കപ്പെട്ടത്. അതിന്റെ പേരിലാണ് നാട്ടിൽ നിന്ന് നാട്ടിയോടിക്കപ്പെട്ടത്. അതിന്റെ പേരിലാണ് ഈ കൂട്ടാരങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടത്. പ്രിയമുള്ളവരെ, നമ്മൾ നെഞ്ചേറ്റേണ്ട തൗഹീദ് അതേ തൗഹീദാണ്. നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് അതേ തൗഹീദാണ്. പ്രിയമുള്ളവരെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്കുള്ളതുപോലെയുള്ള പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നമ്മളെ കാത്തിരിക്കുന്നില്ല. അതേപോലെയുള്ള ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം നിർവഹിച്ച ആ ദൗത്യം പിതാവിനോട് ഇബ്രാഹിം അലൈഹിസ്സലാം തൗഹീദ് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാൻ കഴിയുകയാണ്. പ്രിയപ്പെട്ട പിതാവേ, നിങ്ങൾക്ക് ഒന്നും കാണാൻ കഴിയാത്ത, ഒന്നും കേൾക്കാൻ കഴിയാത്ത, നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ കഴിയാത്ത ഈ വിഗ്രഹങ്ങളെ നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് എന്റെ പിതാവിനെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ആ ദൗത്യം നമുക്ക് നിർവഹിക്കാനുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം നിർവഹിച്ച ദൗത്യം നമ്മുടെ കുടുംബത്തിൽ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചവരുണ്ടാകും. നമ്മുടെ നാടുകളിൽ തൗഹീദ് മനസ്സിലായിട്ട് പോലും ഇല്ലാത്തവരുണ്ടാകും, അല്ലാഹു അറിഞ്ഞിട്ടില്ലാത്തവരുണ്ടാകും. അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ആ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്ന ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ മാർഗത്തിൽ യഥാർത്ഥമായി ജിഹാദ് ചെയ്യുന്നവരായിരിക്കണേ. നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്, നിങ്ങൾക്ക് ഒരു പ്രയാസവും തന്നിട്ടില്ല. യാഹൂവചനമായ പരീക്ഷണങ്ങളുടെ നിങ്ങളുടെ ഈ നിലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നേരിട്ട പരീക്ഷണങ്ങൾ, ആ പ്രയാസങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് വിളിച്ചു തന്നിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ദൗത്യം അതേ ജിഹാദ് നിർവഹിക്കാനാണ്. പടച്ചുറപ്പാണ് നമുക്ക് മുസ്ലിം എന്ന് പേരിട്ടത്. പടച്ചുറപ്പാണ് ഇസ്ലാം എന്ന ഈ മതത്തെ പരിചയപ്പെടുത്തിയത്. അത് മുൻപുള്ള വേദഗ്രന്ഥങ്ങളിലും അങ്ങനെ തന്നെ, വിശുദ്ധ ഖുർആനിലും അങ്ങനെ തന്നെ. എന്തിനാണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്ക് സാക്ഷിയായിരിക്കുവാൻ വേണ്ടി, വിശ്വാസികൾ ജനങ്ങൾക്ക് സാക്ഷിയായിരിക്കുവാൻ വേണ്ടി നമ്മുടെ ഉത്തരവാദിത്തം ജനങ്ങൾക്ക് സാക്ഷികളാകാൻ, ജനങ്ങൾക്ക് ഞാനിതാ ഈ തൗഹീദ് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, ഈ തൗഹീദ് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന ജനങ്ങൾ
ജനങ്ങൾക്ക് വേണ്ടി സാക്ഷി നിൽക്കേണ്ട ഉത്തരവാദിത്തം പ്രിയമുള്ളവരെ നമുക്കുണ്ട്. അതിനുവേണ്ടി നമ്മളെ തിരഞ്ഞെടുത്തതാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം നിർവഹിച്ച അതേ ദൗത്യം നമ്മൾ നിർവഹിക്കുന്നവരാകുക. ഭരണാധികാരിക്ക് മുമ്പിൽ പോലും അതെന്തെ പേടിക്കാതെ, ലവലേശം പേടിയില്ലാതെ സമേതം പറഞ്ഞ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നമുക്ക് മാതൃകയുണ്ട്. ഈ ദൗത്യത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുക എന്ന ദൗത്യം നമുക്കുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലാഹുവല്ലാതെ വേറൊരു അല്ലാഹുവില്ല, രണ്ടല്ലാഹുവില്ല, മൂന്നല്ലാഹുവില്ല എന്ന വിശ്വാസത്തിൽ മാത്രമൊന്നുമല്ല. എന്റെ ആരാധനയുടെ ഏതൊക്കെ വശങ്ങളുണ്ടോ, എന്റെ പ്രാർത്ഥനകൾ, എന്റെ നേട്ടങ്ങൾ, എന്റെ സഹായങ്ങൾ, എന്റെ അർപ്പണകൾ, എന്റെ ആരാധനയുടെ ഏതൊക്കെ വശങ്ങളുണ്ടോ, എന്റെ നേർച്ചകൾ, എന്റെ ബലികൾ എല്ലാം അല്ലാഹുവിന് വേണ്ടിയുള്ളതാണ് എന്ന പ്രഖ്യാപനമാണ്. എന്റെ സഹായഘട്ടങ്ങളിൽ, എന്റെ പ്രാർത്ഥനകളിൽ ഒരു ലവലേശം പോലും അല്ലാഹുവിന് കൊടുക്കേണ്ട തേട്ടങ്ങൾ എന്ന നിലപാടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ആ തൗഹീദാണ് ഈ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തിന്റെ ഒന്നാമത്തെ ഭാഗം. അതാണ് ഈ ബലി പെരുന്നാൾ നമുക്ക് നൽകുന്ന ഏറ്റവും ഉന്നതമായ സന്ദേശവും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, പ്രിയമുള്ളവരെ, ഈ തക്ബീറുകൾ ഉന്നതമായി പ്രഖ്യാപിക്കുന്നത്, ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത് അത് തന്നെയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് എനിക്ക് ഏറ്റവും വലുത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പിതാവിന്റെ മുമ്പിൽ പിതാവിനോട് വല്ലാത്ത ഇഷ്ടമുണ്ട്. പിതാവ് തനിക്ക് പ്രിയപ്പെട്ടതാണ്, പക്ഷെ അതിനേക്കാളും എനിക്ക് വലുത് എന്റെ പടച്ചവനാണ്, എന്റെ റബ്ബാണ്, അല്ലാഹുവാണ് എനിക്ക് അതിനേക്കാളും വലുത് എന്ന പ്രഖ്യാപനമായിരുന്നു അവർ നമുക്ക് കാണാൻ കഴിയുക. വീണ്ടും അതാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ ഇന്നയും പരീക്ഷണങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരിചയപ്പെടുത്തി തരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു പറയുന്നുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അല്ലാഹുവിന്റെ വാക്കുകൾ കൊണ്ട് പരീക്ഷിക്കുക തന്നെ ചെയ്തു. ആ പരീക്ഷണങ്ങളെ മുഴുവൻ ഇബ്രാഹിം അലൈഹിസ്സലാം പൂർത്തീകരിച്ചു എന്നതാണ്. പരീക്ഷണങ്ങൾ എന്തുമാത്രം വലുതായിരുന്നു നമുക്കറിയാം. സ്വന്തം കുഞ്ഞിനെയും പ്രിയതമേയുമാണ് മക്കയുടെ മണരാജ്യത്തിൽ അന്നൊരു തരി പോലും, ഒരു പുൽക്കളി പോലും, വെള്ളം പോലും ഇല്ലാത്ത സന്ദർഭത്തിൽ ആ മണരാജ്യത്തിൽ ഉപേക്ഷിച്ചു പോരാൻ പടച്ചുറപ്പ് കൽപ്പിക്കുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം തീരുമാനം കൊടുക്കുന്നു. എന്റെ കൽപ്പനയാണ് എന്റെ പ്രിയതമ, എന്റെ ഹൃദയത്തിന്റെ പിടച്ചിലാണ് പ്രിയതമയും എന്റെ അവരോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, അവരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. പക്ഷേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, എനിക്ക് ഏറ്റവും വലുത് പടച്ചുറപ്പാണ്, അല്ലാഹുവാണ് എന്ന പ്രഖ്യാപനം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സമർപ്പണത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചതുപോലെയുള്ള പരീക്ഷണങ്ങൾ, ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചതുപോലെയുള്ള ഈ പ്രയാസമുള്ള കൽപ്പനകൾ നമുക്ക് അല്ലാഹു നൽകിയിട്ടില്ല. നമ്മളോട് അല്ലാഹു ചോദിച്ചത് എന്തൊക്കെയെന്ന് നമ്മൾ എടുത്തു നോക്കൂ. ഈ സമൂഹത്തിൽ ഈ നാടിന് ഗുണകരമല്ലാത്ത ഒരു കാര്യവും നമ്മളോട് പഠിപ്പിച്ചിട്ടില്ല. സമൂഹത്തിൽ ഉന്നതിയിലെത്താൻ കഴിയുന്ന, നമ്മളെ സംസ്കരിക്കുന്നതല്ലാത്തൊരു കാര്യവും അല്ലാഹു നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. നമ്മളെ അധാർമികതയിലേക്ക്, നമ്മളെ തിന്മയിലേക്ക്, നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് പകരം താഴ്ചയിലേക്ക് ആപതിക്കുന്ന കാര്യങ്ങളല്ലാതെ പടച്ചവർക്ക് നമ്മളെ വിരോധിച്ചിട്ടുമില്ല. പടച്ചവർക്ക് വിരോധിച്ചെന്നത് എടുത്തു നോക്കൂ. കല്ലിനമ്പാവും ലഹരിയാവും പൂർണ്ണമായും വിരോധിക്കുകയാണ് ചെയ്തത്, പൂർണ്ണമായും വിലക്കുകയാണ് ചെയ്തത്. ലഹരി ഉണ്ടാക്കുന്നതൊക്കെയും എന്മയാണെന്ന് പറഞ്ഞ ഉപദേശം നൽകുകയാണ് ചെയ്തത്. ലഹരി സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിപത്ത് ഒരൽപ്പത്തിൽ നിന്ന് തുടങ്ങി കൂട്ടുകാർക്ക് വേണ്ടി, സദസ്സിന്റെ സൗന്ദര്യത്തിന് വേണ്ടി വീക്ഷിച്ചു നോക്കുന്നതിൽ നിന്ന് തുടങ്ങി മാരകമായ മയക്കുമരുന്നുകളിൽ അടിമപ്പെടുന്ന സമൂഹത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോ പടച്ചറപ്പിന്റെ നിർദ്ദേശം എന്തുമാത്രം സുന്ദരമാണ് എന്ന് നമുക്കറിയാൻ കഴിയും. വിചാരത്തിലേക്ക് അടുക്കുന്നത് പോലും
സ്ഥിരം വിരോധിച്ചു. എന്നാൽ വിചാരത്തിന് യാതൊരു അതിരുകളുമില്ലാതെ ലൈംഗികരോഗങ്ങളുണ്ടാകുന്ന രൂപത്തിൽ സമൂഹത്തിൽ അതിവ്യാപകമാകുന്നത് കാണുമ്പോ പടച്ചുറപ്പിന്റെ കൽപ്പനയുടെ സൗന്ദര്യം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പലിശയെ അല്ലാഹു ഉപയോഗിച്ചു ജനങ്ങളെ പ്രയാസപ്പെടുന്നവരെ പാവപ്പെട്ടവരെ വീണ്ടും പാവപ്പെട്ടവരാക്കുന്ന വീണ്ടും പ്രയാസങ്ങളിലേക്ക് അവതരിപ്പിക്കുന്ന പലിശയെയും അതേപോലെ ചൂതാട്ടത്തെയും എല്ലാം പടച്ചുറപ്പ് വിരോധിച്ചു. സമൂഹത്തിൽ തിന്മയാണ് കൃത്യമായി അതിന് വിശകലനം ചെയ്യുമ്പോൾ പഠിക്കാൻ കഴിയും. പക്ഷെ ഇസ്ലാമിനല്ലാതെ അതിനെ ഒന്നും വിരോധിക്കുവാൻ സാധിക്കുന്നില്ലല്ലോ. ഈ രൂപത്തിൽ പടച്ചുറപ്പ് കൽപ്പിച്ചിട്ടുണ്ടോ? കൽപ്പിച്ചിട്ടുണ്ടോ? അത് നമുക്ക് നന്മക്കുള്ളതാണ്. അല്ലാഹു റസൂലിനെ ഇതൊക്കെ വിരോധിച്ചിട്ടുണ്ടോ? അതൊക്കെയും തന്നെയും എനിക്ക് ദോഷകരമായിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുകയും അതെനിക്ക് യുക്തി കൊണ്ട് മനസ്സിലായില്ലെങ്കിലും യുക്തി കൊണ്ട് അനുഭവിച്ചില്ലെങ്കിലും സുന്നത്തും പറഞ്ഞു അതാണ് എന്റെ ജീവിതമെന്ന്. ആ ജീവിതം ആ രൂപത്തിൽ സമർപ്പിക്കാൻ ഞാൻ ഒരുക്കമാണ് എന്ന ഒരുക്കവും തയ്യാറെടുപ്പുമാണ് പ്രിയമുള്ളവരെ പടച്ചുറപ്പിന്റെ കൽപ്പന നമുക്ക് നൽകുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാതൃക നമുക്ക് നൽകുന്ന സന്ദേശം അതാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ഇണകൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിനു വേണ്ടി ഇല്ല, ഞാൻ എന്റെ റബ്ബിന്റെ കൽപ്പനയെ അവർക്കൊന്നും വേണ്ടി മാറ്റി വെക്കുകയില്ല. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കെതിരായി അവർക്കൊന്നും വേണ്ടി ഞാൻ ഒന്നും ചെയ്യുകയില്ല. ഹറാമായ ഭക്ഷണം പോലും ഞാൻ എന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവരികയില്ല. എന്റെ പ്രിയപ്പെട്ടവർ അവർ നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വസ്ത്രം ധരിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവരിൽ തനി പോലും ഹറാം ഭക്ഷിച്ചു പോകരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട് എന്ന നിലപാട് സ്വീകരിക്കലാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആദർശം എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ. അല്ലാഹുവേ നീയാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ വിനയത്തിന്റെ, താഴ്മയുടെ, അവധാനതയുടെ ശബ്ദമുണ്ടതിന്. ഞാൻ ഇളയവനാണ് റബ്ബേ, ഞാൻ ഏറ്റവും കുറഞ്ഞവനാണ് റബ്ബേ, എന്റെ മുന്നിൽ ഞാൻ എത്രയോ റബ്ബേ എന്ന മനസ്സിലാക്കൽ, ഒരു തിരിച്ചറിവ് ആ തകവീകളുണ്ട് എന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആ മനസ്സിലാക്കൽ കൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇത് ഇബ്രാഹിമിനെ നീ കീഴൊടുന്നു എന്ന് പറഞ്ഞപ്പോ ഞാനിതാ എന്റെ റബ്ബിന് മുമ്പിൽ എന്റെ ജീവിതത്തെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. لله رب العالمين لا شريك له وبذلك أمرت وأنا أفضل المسلمين. എന്റെ നമസ്കാരമാകട്ടെ, എന്റെ ആരാധനകളാകട്ടെ, എന്റെ ജീവിതമാകട്ടെ, ഭരണമാകട്ടെ എല്ലാം അല്ലാഹുവിനുള്ളതാണ്, ലോകരക്ഷിതാവിനുള്ളതാണ് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ടാണ് ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരുമില്ല, വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. അങ്ങനെയാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത്, ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമനുമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ പ്രഖ്യാപനമാണ് നമുക്ക് നിർവഹിക്കാൻ കഴിയേണ്ടത്. മുസ്ലിമീങ്ങളിൽ ഒന്നാമനായി തീരാൻ, റബ്ബിന് വിധേയപ്പെടാൻ, റബ്ബിന്റെ കൽപ്പനകൾക്ക് മുന്നിൽ താഴ്മ കാണിക്കുവാൻ, എന്റെ ജീവിതത്തിൽ ഞാൻ നേടിയെടുക്കുന്നതൊന്നുമല്ല എന്ന തിരിച്ചറിവ് നമ്മുടെ മനസ്സുകളിലേക്ക് രൂപപ്പെടുകയാണ് വേണ്ടത്. എന്നാൽ രൂപപ്പെടുമ്പോ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് പ്രാർത്ഥന കടന്നുവരും. ഹൃദയങ്ങളിൽ നിന്ന് അല്ലാഹുവിലേക്കുള്ള തേട്ടം ആത്മാർത്ഥമായി കടന്നുവരും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് ആ പ്രാർത്ഥനകളുമായി റബ്ബിനോട് വീണ്ടും വീണ്ടും ഇരുന്നുകൊണ്ടേയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നിട്ടുണ്ട്. നമുക്കും ആ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ആത്മാർത്ഥമായി റബ്ബിനോട് ചോദിക്കാൻ കഴിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, ജനങ്ങളിലെ ഏറ്റവും ദുർബലരായ മനുഷ്യരാരാണെന്നറിയുമോ? അവർ പ്രാർത്ഥിക്കാൻ അശക്തരാകുന്നവരാണ് എന്നാണ്.
പ്രിയമുള്ളവരെ, ജനങ്ങളിൽ ദുർബലരാകുന്നവരല്ല, പ്രാർത്ഥന കൊണ്ട് റബ്ബിന്റെ സഹായം കൊണ്ട് ശക്തി നേടുന്നവരായി തീരാനാണ് നമുക്ക് സാധിക്കേണ്ടത്. വൈകാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വജ്നുബനി വബനിയ നഅബുദൽ അസ്നാം. മക്കയിൽ തന്റെ മക്കളെ, തന്റെ സന്താനത്തെ ഉപേക്ഷിച്ചു പോയപ്പോ ആ മക്കളിലൂടെയുള്ള തന്റെ മകനിലൂടെയുള്ള സന്താന പരമ്പരയ്ക്ക് വേണ്ടി, ആ നാടിനു വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത് നാടിന് ശാന്തി ഉണ്ടാകാൻ, നാടിന് നിർഭയത്വം ഉണ്ടാകാൻ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഭൂമിയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നതിൽ നിന്ന് ഭയപ്പെട്ടുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വീണ്ടും നമ്മൾ നോക്കൂ, ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനൽ തമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഇബ്രാഹിം അലൈഹിസ്സലാം വീണ്ടും പ്രാർത്ഥിക്കുന്നു, ആ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും, നാട്ടിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. പക്ഷെ അല്ലാഹു പറയുന്നു, അല്ല, മുഴുവൻ മനുഷ്യർക്കു വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു, ഉപജീവനം നൽകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ റിസ്കിന്, നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി, നമ്മളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മുടെ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ നമ്മൾ മറന്നു പോകരുത്. ദുനിയാവിന് വേണ്ടി ആത്മാർത്ഥമായി എടുത്തു പറഞ്ഞുകൊണ്ട് റബ്ബിനോട് ചോദിക്കുക തന്നെ വേണം. ആ ചോദിക്കുന്നതിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നമുക്ക് കൃത്യമായ മാതൃകയുണ്ട് എന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം കഅബ നിർമ്മിച്ചതിന് ശേഷവും ആ സമയത്ത് പോലും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയുമല്ലോ. ഇബ്രാഹിം അലൈഹിസ്സലാം അതിനുശേഷവും പ്രാർത്ഥിക്കുന്നത്, പടച്ച റബ്ബേ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമിനെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഞാനിതൊക്കെ ചെയ്തവനാണ്, ഇതൊക്കെ ഞാൻ ഉയർത്തിയത് അഹങ്കാരമല്ല, ഒന്നിനു മുമ്പിൽ താഴ്മ കാണിക്കാനാണ്. അല്ലാഹു അക്ബർ എന്ന തക്ബീർ ധ്വനി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാരണമായി തീർന്നത്. ഞാനിതൊക്കെ അധ്വാനിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നീ സ്വീകരിച്ചേ പറ്റുള്ളൂ. നിങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. നീ ഇത് സ്വീകരിച്ചില്ലെങ്കിൽ, നീ ഇത് തിരസ്കരിച്ചാൽ നമ്മൾക്ക് പിന്നെ ഒന്നും ബാക്കിയില്ല. അതുകൊണ്ട് നീ ഇത് സ്വീകരിക്കണമേ എന്ന വിനയത്തിന്റെ പ്രാർത്ഥനയാണ്, തേട്ടമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നമുക്ക് കാണാൻ കഴിയുക. പ്രിയമുള്ളവരെ, ആ തേട്ടവും ആ വിനയവും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, നാടിനെ കുറിച്ചുള്ള ആശങ്കകൾ വിശ്വാസികൾക്ക് മാത്രമൊന്നുമല്ല ഉള്ളത്. സമൂഹത്തിലെ മുഴുവൻ ആളുകളും നാടിനെ കുറിച്ച് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നാട്ടിൽ മതം വേണ്ട, നന്മതിന്മകളെ കുറിച്ചുള്ള അധ്യാപനങ്ങൾ വേണ്ട, സദാചാര അധ്യാപനങ്ങൾ, അത് നമ്മുടെ സമൂഹത്തിന് ആപത്താണ് ഇന്നുവരെ സമൂഹത്തിന് മുന്നിൽ പങ്കുവെച്ച ആളുകൾ പോലും ചോദിച്ചുകൊണ്ടിരിക്കുന്നു, എന്താണ് പുതിയ തലമുറക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ലഹരിക്കടിമകളായി ജനസമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തുമാത്രം ഭീതിതമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കൊലപാതകങ്ങളും അക്രമങ്ങളും അതേപോലെ എത്രയെത്ര ഭീകരമായ ഭീതിതമായ സംഭവങ്ങളുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയും പരിഹാരം കൃത്യമായി ഇസ്ലാമിനാണ് പകർന്നു നൽകാനുള്ളത്, ഇസ്ലാമിക അധ്യാപനങ്ങൾക്കാണ് ആ സന്ദർഭങ്ങളിൽ പരിഹാരം നിർദ്ദേശിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് മതത്തിലേക്ക് തിരിഞ്ഞു നടക്കാൻ, മതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനുമാണ് നാം തയ്യാറാകേണ്ടത്. ചൂഷണങ്ങൾക്ക് വിധേയരാകുന്ന സമൂഹത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസം കൊണ്ട് തട്ടിപ്പുകളിൽ നിന്ന്, ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടും എന്ന് നമ്മൾ കരുതിയിരുന്നു. പക്ഷേ കൂടുതൽ അഭ്യസ്തരായ ആളുകൾ, കൂടുതൽ സമ്പന്നരായ ആളുകൾ, അവർ കൂടുതൽ വലിയ വലിയ തട്ടിപ്പുകളിലേക്ക് അകപ്പെടുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക അച്ചടക്കങ്ങൾ ഇല്ലാതാകുമ്പോ, വിശ്വാസങ്ങളിൽ വൈകല്യങ്ങൾ സംഭവിക്കുമ്പോ മനുഷ്യർ പല ചൂഷണങ്ങളിലും തട്ടിപ്പുകളിലും ചെന്നെത്തിച്ചേരുന്നത് നമുക്ക് കാണാൻ കഴിയും.
വിശ്വാസികൾ ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. എങ്ങനെയാണത്? الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. വിശ്വാസം കൊണ്ട് വിശ്വസിക്കുകയും എന്നിട്ട് ആ വിശ്വാസത്തിൽ അതിക്രമം കലർത്താതിരിക്കുകയും ചെയ്യുന്നതാരോ അവർക്കാണ് നിർഭയത്വമുള്ളത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ആ നിർഭയത്വം നമ്മളെ വിശ്വാസ വൈകല്യങ്ങളിൽ നിന്നും അത്തരം ചൂഷണങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. പടച്ചറപ്പാണ് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത്, വിശപ്പിൽ നിന്ന് ഭക്ഷണം നൽകുന്നത് അവനാണ്, ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകുന്നത് എന്ന വിശ്വാസം സത്യവിശ്വാസികൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവനാണ് റിസ്ക് നൽകുന്നത് എന്ന വിശ്വാസം തട്ടിപ്പുകളിൽ നിന്ന് അത്തരത്തിലുള്ള ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വിശ്വാസികളെ സഹായിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഇസ്ലാമാണ് നമ്മളെ ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നത് എന്ന ഓർമ്മ നമുക്കുണ്ടാകണം. അതുകൊണ്ട് റബ്ബിൽ സമർപ്പിക്കുന്നതായി നമ്മുടെ ജീവിതം മാറണം. നമ്മുടെ കുടുംബത്തിലെ ഓരോ ഘടകങ്ങളിലും ഇല്ല ഹറാമായി ഈ കുടുംബത്തിലേക്കൊന്നും കടന്നു വരുന്നില്ല. നമ്മുടെ വസ്ത്രമാകട്ടെ, നമ്മുടെ ഭക്ഷണമാകട്ടെ, അങ്ങനെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഹറാമായ പടച്ചുറപ്പ് വിലക്കിയ വിലക്കിയ ഒന്നും ജീവിതത്തിലില്ല എന്ന് ഒന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ മാതൃക നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സ്വന്തം ജീവിതത്തിൽ മാത്രമല്ല, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കുടുംബത്തെ നമുക്കറിയാം. ഹജറ ബീവി മക്കയുടെ മടലാരണ്യത്തിൽ ആ കുടുംബത്തെ ഉപേക്ഷിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാം മടങ്ങുമ്പോ പിന്നാലെ കടന്നു ചെന്ന് ഹാജർ ചോദിക്കുന്നുണ്ട്, ഇബ്രാഹിം ഇവിടെ ഈ ആരുമില്ലാത്ത വിജന പ്രദേശത്ത് ഞങ്ങൾ ഉപേക്ഷിച്ച് അങ്ങ് എങ്ങോട്ടാണ് പോകുന്നത്? ഇബ്രാഹിം അലൈഹിസ്സലാമിന് മറുപടി പറയാൻ കഴിയുന്നില്ല. അള്ളാഹുവാണോ താങ്കളോട് ഇങ്ങനെ കൽപ്പിച്ചത് എന്ന ചോദ്യത്തിൽ അതേ എന്ന് മറുപടി പറഞ്ഞപ്പോ ഞങ്ങൾ കൈവടിയുകയില്ല എന്ന മറുപടി നൽകുന്ന ഇണയെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന മകൻ, ആ മകന്റെ ജീവിതത്തിലും നമുക്കത് തന്നെ റബ്ബിന്റെ കൽപ്പനയാണോ എങ്കിൽ അത് റബ്ബിന്റെ കൽപ്പന പോലെ ചെയ്തുകൊള്ളു എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ മക്കളെ, ആ കുടുംബത്തെ ഇബ്രാഹിം അലൈഹിസ്സലാം ആ നിലക്ക് സംസ്കരിച്ചത് കൊണ്ടാണത് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്ന ഉപദേശം നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ സന്താനങ്ങളോട് പറഞ്ഞു, ഇബ്രാഹിം ബനീഹി വയഖൂൽ യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ വലഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇസ്ലാം റബ്ബ് നൽകിയതാണ്. അതുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ ഭരിക്കാനിടവരുന്നേ നിങ്ങൾ തന്റെ മക്കളെ ഉപദേശിച്ച് ദീനിൽ ഇവരെ വളർത്തിയിട്ടുള്ള ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആ ദൗത്യം നമ്മൾ നിർവഹിക്കണം. നമ്മുടെ മക്കൾ ദീനിലാണ് വളരുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. മതവിദ്യാഭ്യാസം അവർക്ക് കിട്ടുന്നുണ്ട്, ഭൗതിക വിദ്യാഭ്യാസത്തിനൊപ്പം മതവിദ്യാഭ്യാസം അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നല്ല വസ്ത്രങ്ങൾ നമ്മൾ വാങ്ങുകയും ഈ വസ്ത്രം ധരിച്ച് നമ്മൾ ഈ പള്ളിയിലേക്ക് എത്തിച്ചേരുകയും പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ ഫിലസ്തീനിന്റെ മണ്ണിൽ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തിന്റെ ശതദിക്കുകളിൽ നിന്നും അത്തരം വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഫലസ്തീനിന്റെ മണ്ണിലെ സഹോദരങ്ങളുടെ കരച്ചിൽ, നിങ്ങളുടെ കരച്ചിൽ, ഭക്ഷണവും മരുന്നും പോലും തടഞ്ഞു വെക്കപ്പെടുന്ന ക്രൂരമായ ഒരു ജനവിഭാഗത്തിന്റെ ക്രൂരതക്ക് അവർ വിധേയരാക്കപ്പെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഉള്ളവരെ, ആ സമൂഹത്തിനെ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ കണ്ടങ്ങളിൽ നിന്ന് ഉയരേണ്ടതുണ്ട്. അതോടൊപ്പം അല്ലാഹുവിനോട് ആ തക്ബീർ ധ്വനികളിൽ നമ്മൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമുണ്ടല്ലോ, വലില്ലാഹിൽ ഹംദ്, അല്ലാഹുവേ നിനക്കാണ് സ്തുതി എന്ന പ്രഖ്യാപനം, നിനക്കാണ് സ്തുതി എന്ന് പറയാൻ പറ്റണം. നമ്മൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ എന്തുമാത്രമാണെന്ന് തിരിച്ചറിവോടുകൂടി റബ്ബിന് സ്തുതി അർപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ആ തക്ബീർ ധ്വനികൾ മുഴക്കുന്ന ഉന്നതമായ ആശയം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള പരിശ്രമങ്ങളാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിക്കുന്ന ആ
ദീനനുസരിച്ച് പടച്ചറപ്പിന്റെ കൽപ്പനകൾ അനുസരിച്ച് തക്ബീറും ശബ്ദത്തിന്റെ ഇതിന്റെ ആശയം ഉൾക്കൊള്ളുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ മുസ്ലിമുകളിൽ നമ്മേവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കാൻ, ആ ഇബ്രാഹിം അലൈഹിസ്സലാം നിർവഹിച്ച ദൗത്യം നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ ഉണ്ടായതുപോലെയുള്ള റബ്ബിന് വിനയം കാണിക്കാൻ നമ്മുടെ ജീവിതത്തിൽ റബ്ബിന്റെ കൽപ്പനകൾ മുമ്പിൽ വിനീതരായി തീരുവാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തെക്കാളും നമ്മുടെ സ്വന്തത്തെക്കാളും ഒക്കെ പടച്ച റബ്ബിന്റെ തീരുമാനങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ സ്വീകരിക്കാൻ അങ്ങനെയുള്ള മുത്തഖികളാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും ഒക്കെ സമാധാനവും നിർഭയത്വവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് വിദ്വേഷത്തെയും വെറുപ്പിനെയും അസൂയയെയും പകയെയും കാപട്യത്തെയും നിഷേധത്തെയും എല്ലാം നീ എടുത്തു കളയുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ സ്നേഹവും വിട്ടുവീഴ്ചയും കാരുണ്യവും ഹൃദയവിശാലതയും വിശ്വാസധൈര്യതയും എല്ലാം പ്രദാനം ചെയ്യും മാറാകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നീ സമാധാനം പ്രദാനം ചെയ്യുമാറാകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നാടിനെയും നാട്ടുകാരെയും നീ കാത്തുരക്ഷിക്കുമാറാകണേ റഹ്മാനെ. ഞങ്ങളുടെ സമൂഹത്തിൽ നാട്ടിൽ നീ നിർഭയത്വം പ്രദാനം ചെയ്യുമാറാകണേ റഹ്മാനെ. ഫിലസ്തീനിന്റെ മണ്ണിൽ അതേപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ നിർഭയത്വവും സുരക്ഷിതത്വവും സമാധാനവും പ്രദാനം ചെയ്യുമാറാകണേ റഹ്മാനെ. അല്ലാഹുവേ, തൗഹീദും കൊണ്ടുകൊണ്ട് ിൽ നിന്ന് ഒരൽപ്പം പോലും ഉച്ചരിക്കാതെ തൗഹീദിൽ അടിയുറച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് തന്നെ ഈ ലോകത്തോട് വിട പറയുവാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുമാറാകണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والصلاة والسلام على رسول الله والحمد لله رب العالمين.